ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൈജു നമ്പർ 8 എന്ന ജാപ്പനീസ് അനിമേ TV സീരീസിന്റെ സീസൺ 1 8ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുന്നേയുള്ള എപ്പിസോഡുകളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കാണാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ആ വീഡിയോകൾ കണ്ടതിനു ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ വൈസ് ക്യാപ്റ്റൻ സോഷിറോ തന്റെ മുന്നിൽ നിൽക്കുന്ന കൈജു നമ്പർ 8 ആക്രമിക്കാൻ തുടങ്ങുന്നു. എന്നാൽ കഫ്ക ഹിബിനോ തന്റെ കൈജു നമ്പർ 8 ഫോമിൽ സ്വയം പ്രതിരോധിക്കാൻ തയ്യാറെടുക്കുന്നു. എങ്കിലും തന്റെ കമാൻഡിംഗ് ഓഫീസറെ വേദനിപ്പിക്കുവാൻ കഫ്ക ആഗ്രഹിക്കുന്നില്ല. സോഷിറോ അസാമാന്യമായ വേഗത്തിൽ തന്റെ ബ്ലേഡുകൾ കൊണ്ടുള്ള ആക്രമണങ്ങൾ തുടങ്ങുന്നു. കഫ്ക അതിൽ ഭൂരിഭാഗവും ഒഴിഞ്ഞു മാറുന്നു. എന്നാൽ ജീവനോടെ തുടരുവാൻ തന്റെ ശക്തിയിൽ ചിലത് ഉപയോഗിക്കേണ്ടി വരുമെന്ന് അവൻ മനസ്സിലാക്കുന്നു. സോഷിറോയുടെ ചലനങ്ങൾ ഒരു മനുഷ്യനെ പോലല്ലെന്ന് കഫ്ക തിരിച്ചറിയുന്നു. പെട്ടെന്ന് സോഷിറോ കഫ്കയുടെ കൈജു കോർ തുറന്നു കാട്ടത്തക്ക ആഴത്തിലുള്ള ഒരു മുറിവ് കഫ്കയ്ക്ക് മേൽ ഉണ്ടാക്കുന്നു. സോഷിറോയുടെ ആക്രമണങ്ങളിൽ നിന്നുണ്ടാകുന്ന കേടുപാടുകൾ കഫ്ക സ്വന്തം ശക്തി ഉപയോഗിച്ച് ഹീൽ ചെയ്യുന്നു. അപ്പോൾ സോഷിറോ തന്റെ ആക്രമണങ്ങളൊന്നും ആ കൈജുവിന്മേലെ ബലിക്കാത്തതിൽ നിരാശനാകുന്നു. ഇത് അവൻ ഇതുവരെ നേരിട്ടതുപോലെ ഒരു സാധാരണ കൈജു അല്ലെന്നും ഇതൊരു ശക്തനായ ഡൈകൈജു ആണെന്നും വൈസ് ക്യാപ്റ്റൻ മനസ്സിലാക്കുന്നു. സോഷിറോ മറ്റൊരു വലിയ ആക്രമണത്തിനായി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഒരു വലിയ ഹിറ്റ് നടത്തുകയും ചെയ്യുന്നു. പക്ഷേ കഫ്ക അവന്റെ ബ്ലേഡുകളിൽ പിടിക്കുന്നു. കഫ്ക സ്വന്തം ശക്തി ഉപയോഗിച്ച് സോഷിറോയുടെ ആയുധത്തിനുമേൽ ഒരു തകർപ്പൻ പഞ്ച് നൽകുകയും തത്സമയം ഉണ്ടാകുന്ന സ്ഫോടനത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ അവസാന കൈജുവിനെയും നിർവീര്യമാക്കിയതിനു ശേഷം യുദ്ധക്കളം ശാന്തമാകുന്നു. ഷിനോമിയ കഫ്കയെക്കുറിച്ച് ആലോചിക്കുകയും അവനെ വിശ്വസിക്കുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ സോഷിറോയുടെ പക്കൽ നിന്ന് രക്ഷപ്പെട്ട കഫ്ക തന്റെ മനുഷ്യരൂപത്തിൽ അവിടേക്ക് വരുന്നു. കൈജു നമ്പർ 9 രക്ഷപ്പെടാൻ അനുവദിച്ചതിൽ അയാൾ ഷിനോമിയോട് ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ ഷിനോമിയ നാണം കുടുങ്ങിക്കൊണ്ട് കൈജു നമ്പർ 9 അവൾ തന്നെ കൊല്ലുമെന്ന് പറയുന്നു. അതിനുശേഷം പരിക്കേറ്റ തന്റെ സുഹൃത്തുക്കളായ റെനോ, ഇഹാറു എന്നിവരുടെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി കഫ്ക തിരക്കുന്നു. എന്നാൽ ഭയക്കേണ്ടതില്ലെന്നും ഏറ്റവും പുതിയ കൈജു ഇന്റഗ്രേറ്റഡ് ടെക്നോളജി ഉള്ളതുകൊണ്ടും അവർ സുഖമായിരിക്കുമെന്ന് ഷിനോമിയ കഫ്കയ്ക്ക് ഉറപ്പു നൽകുന്നു. മറ്റൊരിടത്ത് തകർന്ന നഗരവീതിയിൽ ക്യാപ്റ്റൻ മീന ആഷുറോ സോഷിറോ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടെത്തുന്നു. അവനെ സാധാരണമായി ആ അവസ്ഥയിൽ കാണാൻ കിട്ടാത്തത് കൊണ്ട് മീന അവന്റെ ഒരു ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ കൈജു നമ്പർ 8 ഉയർന്ന പവർ ലെവലിനെയും അതിന്റെ പെരുമാറ്റത്തെയും കുറിച്ചുള്ള തന്റെ ചിന്തകൾ സോഷിറോ മീനയുമായി പങ്കുവെക്കുന്നു. പ്രത്യേകിച്ചും അത് ഒരു കൈജുവിൽ നിന്നുപരി ഒരു മനുഷ്യനെ പോലെയാണ് ആക്രമിക്കുന്നതെന്നും അയാൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ മീന അത് ഏത് തരത്തിലുള്ളതാണെങ്കിലും അതിനെ നിർവീര്യമാക്കുക എന്നതാണ് അവരുടെ ജോലിയെന്ന് പറയുന്നു. അപ്പോഴാണ് റെനോയിനെയും ഇഹാറുവിനെയും ആക്രമിച്ച കൈജു നമ്പർ 9 റിപ്പോർട്ട് വരുന്നത്. അതിൽ അതൊരു മനുഷ്യവേഷത്തിലായിരുന്നുവെന്ന് പറയുന്നു. ആ സമയം കൈജു നമ്പർ 9 കാണിക്കുന്നു. അത് വല്ലാത്ത വേദനയിലും ചിന്തയിലുമാണ്. അതപ്പോൾ തന്റെ മനുഷ്യരൂപത്തിൽ ഒരു ഹൈവേയിലൂടെ അലയുകയാണ്. ദേഷ്യം വന്ന ഒരു ഡ്രൈവർ കാറിൽ നിന്നിറങ്ങി റോഡിൽ നിന്ന് മാറുവാൻ പറയുമ്പോൾ കൈജു നമ്പർ 9 അവനെ ഭക്ഷിക്കുകയും പിന്നീട് അയാളുടെ രൂപത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. കൂടാതെ തനിക്ക് തിരിച്ചടിക്കുവാൻ അവസരം കിട്ടുന്നതുവരെ ഒളിച്ചിരിക്കുന്നതാണ് ബുദ്ധിയെന്ന് തീരുമാനിക്കുന്നു. തുടർന്ന് റെനോ ആശുപത്രി കിടക്കയിൽ കണ്ണുകൾ തുറക്കുന്നു. അവന്റെ കട്ടിലിന്റെ അരികിൽ കാവൽ നിന്നിരുന്ന ഷിനോമിയയും കഫ്കയും അവൻ ഉണർന്നിരിക്കുന്നത് കണ്ട് സന്തോഷിക്കുന്നു. കഫ്ക സുരക്ഷിതനായി അവിടെ ഇരിക്കുന്നതിൽ റെനോയ്ക്ക് ആശ്വാസമുണ്ട്. കൂടാതെ തന്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദി പറയുന്നു. അപ്പോൾ
തങ്ങളെ രക്ഷിച്ചത് കൈജു നമ്പർ 8 ആയിരുന്നപ്പോൾ എന്തിനാണ് കഫ്കയ്ക്ക് നന്ദി പറയുന്നതെന്ന് ഒരു ശബ്ദം റെനോ കേൾക്കുന്നു. അത് മറ്റാരുമല്ല, ഇഹാറുവാണ്. ഇഹാറുവും റെനോയും ഒരേ മുറിയിൽ തന്നെയാണ്. പെട്ടെന്ന് കൈജുവിന്റെ ബലഹീനതകൾ തിരിച്ചറിഞ്ഞത് കഫ്കയാണെന്ന് അവർ വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. ഇഹാറു ഈ ഉത്തരം സന്തോഷത്തോടെ സ്വീകരിക്കുകയും കൈജു നമ്പർ 8 ശരിക്കും കൂളാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്യുന്നു. കുറച്ചു സമയത്തിന് ശേഷം അവർ ഇരുവരും ആശുപത്രിയിൽ നിന്ന് മോചിതരായത് കൂടാതെ അവരുടെ ആദ്യ ദൗത്യത്തിന്റെ വിജയവും ആഘോഷിക്കുവാൻ പുതിയ റിക്രൂട്ട്മെന്റുകൾ ഒരു റെസ്റ്റോറന്റിൽ ഒത്തുകൂടുന്നു. റെസ്റ്റോറന്റ് ജീവനക്കാർ അവർക്ക് എല്ലാവർക്കും കഴിക്കുവാനുള്ള ഫുഡ് കൊണ്ടുവരുന്നു. ഹൈഗ്രേഡ് ബീഫ് ജീവിതത്തിൽ അന്നാണ് അവർ ആദ്യമായി കഴിക്കുന്നത്. കോമ്പാക്ട് സ്യൂട്ടുകൾ നിർമ്മിക്കുന്ന കമ്പനിയായ ഈസിമോടെക്കിന്റെ സമ്പന്നനായ അവകാശിയാണ് ഹാറുയിച്ചി ഇസുമോ. അതിനാൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള ഭക്ഷണം തന്നെ അവർക്ക് നൽകുവാൻ റെസ്റ്റോറന്റ് ജീവനക്കാർ ആഗ്രഹിക്കുന്നു. റെനോ എല്ലാവരും സന്തോഷമായി ഇരിക്കുന്നത് നിരീക്ഷിക്കുകയും വൈസ് ക്യാപ്റ്റൻ സോഷിറയോട് അതിനെപ്പറ്റി പറയുകയും ചെയ്യുന്നു. എന്നാൽ സോഷിറോ റെനോയെ നോക്കി എന്തോ അർത്ഥമാക്കി ചിരിക്കുന്നു. അപ്പോൾ മദ്യലഹരിയിൽ സന്തോഷത്തിലിരിക്കുന്ന എല്ലാവരും പെട്ടെന്ന് പരസ്പരം തർക്കിക്കാൻ തുടങ്ങുന്നു. അവർ അവരുടെ ആദ്യ ദിവസത്തെക്കുറിച്ചുള്ള ചില ചൂടേറിയ ചർച്ചകൾ ആരംഭിക്കുന്നു. വൈസ് ക്യാപ്റ്റൻ സോഷിറോയും ഓപ്പറേറ്റിംഗ് ഓഫീസർ ഓക്കനോഗിയും ഇത് ഒരു പതിവ് കാഴ്ച പോലെ നോക്കി നിൽക്കുന്നു. ഇതിനിടയ്ക്ക് സോഷിറോ അവരുടെ ആഘോഷങ്ങൾ തടസ്സപ്പെടുത്തിയതിനു ശേഷം അവരുടെ ദൗത്യത്തിലെ കഫ്കയുടെ പ്രകടനത്തെപ്പറ്റി പറയുവാൻ തുടങ്ങുന്നു. കഫ്കയുടെ ബുദ്ധിശക്തിയും കഠിനാധ്വാനവും യുദ്ധകളത്തിൽ ഒരുപാട് ജീവനുകൾ രക്ഷിച്ചുവെന്ന് വൈസ് ക്യാപ്റ്റൻ പറയുന്നു. കൂടാതെ വെറും ഒരു കേഡറ്റിൽ നിന്നും ഒരു ഔദ്യോഗിക ഡിഫൻസ് ഫോഴ്സ് ഓഫീസറായി കഫ്കയെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് പ്രൊമോഷൻ ലഭിച്ചതിനെ തുടർന്ന് കഫ്ക ക്യാപ്റ്റൻ മീനയുടെ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യുന്നു. അവർ പരസ്പരം സല്യൂട്ട് ചെയ്തതിനു ശേഷം അവൻ പോകുവാൻ തുടങ്ങുമ്പോൾ തന്റെ അരികിൽ നിൽക്കുന്നതിനു മുൻപ് തനിക്ക് ഇനിയും ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ടെന്ന് മീന അവനോട് പറയുന്നു. കുട്ടിക്കാലത്ത് കഫ്ക മീനയ്ക്ക് നൽകിയ വാഗ്ദാനം അവൾ ഓർക്കുന്നു. കഫ്ക മീനയെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ അവൾ തിരിച്ചും പുഞ്ചിരിക്കുന്നു. കൂടാതെ ഒരു മീറ്റിംഗിനായി താൻ ഉടൻ തന്നെ HQ വിടുമെന്നും പ്രൊമോഷന്റെ പേപ്പർ വർക്കിനെ കുറിച്ച് സോഷിറോയെ കാണണമെന്നും അവൾ അവനോട് പറയുന്നു. കഫ്കയുടെ പ്രൊമോഷനെ കുറിച്ച് ശുപാർശ ചെയ്തത് വൈസ് ക്യാപ്റ്റൻ സോഷിറോയാണ്. അന്നു രാത്രി തന്റെ പഠനം നിർത്തി ഉറങ്ങാൻ പോകുന്ന വഴി ട്രെയിനിങ് റൂമിൽ ലൈറ്റ് കിടക്കുന്നത് ശ്രദ്ധിച്ച കഫ്ക അവിടേക്ക് നോക്കുന്നു. അവിടെ സോഷിറോ അടുത്ത പ്രാവശ്യം കൈജു നമ്പർ 8 പോരാടുവാൻ തയ്യാറെടുക്കുകയാണ്. നേരത്തെ അവർക്കിടയിൽ നടന്ന ഫൈറ്റ് സീക്വൻസുകൾ അവൻ അവിടെ റീക്രിയേറ്റ് ചെയ്യുകയാണ്. അവസാനത്തെ പ്രഹരം എങ്ങനെ നൽകണമെന്ന് സോഷിറോ തന്ത്രം മെനയുന്നത് കാണുമ്പോൾ കഫ്ക ഞെട്ടുന്നു. എങ്കിലും ജനങ്ങളെയും ഡിഫൻസ് ഫോഴ്സ് ഓഫീസർമാരെയും സംരക്ഷിക്കുന്നതിൽ സോഷിറോ എത്രത്തോളം അർപ്പണബോധമുള്ളവനാണെന്ന് കഫ്ക മനസ്സിലാക്കുന്നു. തങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ മുകളിലെ ഇരുണ്ട ആകാശത്ത് അപകടം പതിയിരിക്കുന്നുണ്ടെന്നറിയാതെ അവർ ആ സംഭാഷണം അവസാനിപ്പിക്കുന്നു. നിഗൂഢമായ മനുഷ്യനെ പോലെയുള്ള മറ്റൊരു ഹ്യൂമനോഡ് കൈജു പറക്കുന്ന ഒരു കൈജുവിന്റെ പിൻഭാഗത്ത് ഇരിക്കുന്നതായി കാണിക്കുന്നു. മേഘങ്ങൾക്കിടയിലൂടെ പറക്കുന്നതിനിടയിൽ അത് മറ്റു കൈജുകളോട് എല്ലാം നശിപ്പിക്കുവാനുള്ള ഉത്തരവ് നൽകുന്നു. ഇവിടെ എപ്പിസോഡ് തീരുന്നു. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോകൾ മിസ്സാവാതിരിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.